KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ 2024 നടന്ന PSC പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ചേ, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ജലം. ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകമാണ് ജലം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരി ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏതാ ശരിയെന്ന്. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിക്കണം. വായിച്ചോ? താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ജ്വലന ശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വിശിഷ്ട താപധാരിത, അതായത് 1 യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ വിശിഷ്ട താപധാരിത എന്ന പേരിൽ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണല്ലേ. ഏതാണ് ഉത്തരം? സ്റ്റാർവേഷൻ അല്ലേ, സ്റ്റാർവേഷൻ ആണ് ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധത്തിലാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? ഏത് വിധമാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വികിരണം അല്ലേ, റേഡിയേഷൻ, വികിരണം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് വികിരണം വിധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ MSDSന്റെ പൂർണ്ണ രൂപം ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് MSDSന്റെ പൂർണ്ണ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കണ്ടുപിടിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, MSDSന്റെ പൂർണ്ണ രൂപം മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്യൂഷറുമായി ബന്ധപ്പെട്ട് പാസിന്റെ പൂർണ്ണ രൂപം ഏത്? പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്യൂഷർ ആയി ബന്ധപ്പെട്ട് PASS ന്റെ പൂർണ്ണ രൂപം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? PASSന്റെ പൂർണ്ണ രൂപം ഏതാണ്? കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, പുൾ എയിം സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. പുൾ എയിം സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ
കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്യൂഷൻ മീഡിയം ഏത്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്യൂഷൻ മീഡിയം ഏത്? ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. പതയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം. ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്നും LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? എത്തനേത്തീലാണ്. ഈഥൈൽ മെർകാപ്റ്റൻ എന്നാണ് പറയുന്നത്. എത്തനത്തിയോൾ എന്നാണ് അതിന്റെ പേര്. എത്തനത്തിയോൾ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണ രൂപം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണ രൂപം ഏത്? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻസിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. കാർഡിയോ പൾമനറി റെസ്യൂറ്റേഷൻ. കാർഡിയോ പൾമനറി റെസ്യൂട്ടേഷൻ. അപ്പോൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണ രൂപമാണ് കാർഡിയോ പൾമനറി റെസ്യൂസിറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശം ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് CPR നൽകുന്നതിന്റെ ഉദ്ദേശം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിനാണ് CPR നൽകുന്നതിന്റെ ഉദ്ദേശം. എന്താണ് CPR നൽകുന്നതിന്റെ ഉദ്ദേശം? ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണ്? അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യത ഇല്ലാത്ത കാര്യം ഏതാണ്? സാധ്യത ഇല്ലാത്ത കാര്യം ഏതാണ് ഈ 4 ഓപ്ഷൻ്റെ അകത്ത്? ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാകുക. കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാകുക. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ അകത്ത് ശരിയല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയല്ലാത്തത്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ നിങ്ങൾ. ഏതാണ് ശരിയല്ലാത്തതെന്ന് വായിച്ചു നോക്കിയോ? കണ്ടുപിടിച്ചോ? നമുക്ക് പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിക്കണം. ഏതാണ് ശരിയല്ലാത്തത്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ച് കളയണം. ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലമുണ്ടാകുന്ന കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ച് കളയണം. അതാണ് ശരിയല്ലാത്തത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇതിന്റെ ശരിയായ പൂർണ്ണ രൂപം ഏത്? അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ.
അതിൻ്റെ അകത്ത് ഈ AEയുടെ ശരിയായ പൂർണ്ണ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. അപ്പോൾ അതിൻ്റെ AEDയുടെ പൂർണ്ണ രൂപം ഏതാണ്? ഈ താഴെ കാണുന്ന 4 ഓപ്ഷൻ്റെ അകത്തുനിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണെന്ന്. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. അപ്പോൾ AEയുടെ പൂർണ്ണ രൂപമാണ് ചോദിച്ചത്. ഏതാണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്ത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരിയുത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അതാണ് എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം. ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? 1. പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ. 2. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന. 3. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ട് ചുമപ്പ് നിറവും. 4. മനം പുരട്ടലും ഛർദിയും. അപ്പോൾ പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി മേൽ കാണിച്ചിരിക്കുന്നവ എല്ലാം. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? മേൽ കാണിച്ചിരിക്കുന്ന എല്ലാം പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ ഉണ്ടാവും, കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദനയുണ്ടാവും, കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും ഉണ്ടാവും, മനം പുരട്ടലും ഛർദിയും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. അടുത്ത ക്വസ്റ്റ്യൻ. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണവും ചെയ്ത കുറ്റം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ക്വസ്റ്റ്യൻ ഒരിക്കൽ വായിക്കാം. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതി ഇല്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ട് വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ്? 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വയ്ക്കുക. അതാണ് ചെയ്ത കുറ്റം. അടുത്ത ക്വസ്റ്റ്യൻ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ഇവിടെ നടന്ന കുറ്റകൃത്യം? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാൻ ഞാൻ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വാചേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഒക്കെ ഫോൺ മുഖേന ഇമെയിൽ മുഖേനയൊക്കെ ചോർത്തിയെടുത്തു. അതിനുശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. ഇവിടെ എന്താണ് കുറ്റകൃത്യം? ഏതാണ്? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.